പ്രിയ സ്നേഹിതരെ, വീണ്ടും നിങ്ങളുടെ സ്നേഹിതൻ ആൻ്റണി. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ കുറിച്ചിട്ട് പല വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണെങ്കിലും ബട്ട് ഇസ്രായേലിൽ ഭയങ്കര നാശനഷ്ടം വന്നു എന്ന് അത് കൃത്യമായിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് വേറെ മലയാളം ചാനൽ നോക്കുകയാണെങ്കിൽ അത് ഫാക്റ്റ് ചെക്കിൽ നോക്കി അത് വലിയ കള്ളത്തരമാണ്. അത് ടർക്കി ലോകമെമ്പാടും ഈ ഇറാൻ നാടിന് വേണ്ടിയിട്ടും ഈ IRGക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കള്ള വീഡിയോ ആണെന്നെല്ലാം പുറത്തു വന്നാലും ഈ വ്യക്തി അതങ്ങ് ഇസ്രായേൽ അങ്ങനെയായി ഇങ്ങനെയായി വീടില്ലാണ്ട് ആളുകൾ റോട്ടിൽ തിരിയുന്നു, 10,000-40,000 കുടുംബങ്ങൾക്ക് വീടില്ലാണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞു പരത്തണത്. എന്നാൽ ഞാനിതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ വലിയ ആളൊന്നുമല്ല. ഞാൻ ബാംഗ്ലൂരുള്ള കാരണം ഇവിടുത്തെ കന്നഡ യൂട്യൂബ് ചാനലുകൾ, ഇവിടെ നിന്നും കുറേ ആളുകൾ, എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ നതാനിയ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിലുള്ളവർ, ടെല്ലവീവിലുള്ള പട്ടണത്തിലുള്ളവരൊക്കെ ഇവർ ഇത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തമിഴിൽ ചില ക്രിസ്ത്യൻ ചാനലുകൾ അവരുടെ പരിചയക്കാരുള്ളവരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ മലയാളത്തിൽ നിറയെ പെൺകുട്ടികൾ വന്നിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന ജെറുസലേമിലാണ്, ഞങ്ങൾ ടെല്ലവീവിലാണ്, ഞാൻ ഇവിടെയാണ് എല്ലാം പറയുന്നുണ്ട്. അതെ, ഇവിടെ മിസൈൽ വന്ന് വീണിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, വീണിട്ടുണ്ട്. ചില ബിൽഡിങ്ങുകൾക്കൊക്കെ ചില ഇത് പറ്റിയിട്ടുണ്ട്, ചില ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നത് 40,000 വീടുകൾ നശിച്ചു എന്നാണ് പറയണത്. 40,000 വീട് എവിടെ പോയി നിൽക്കുന്നത് നോക്കണം. ആകെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കടുക് പോലെ ഇട്ടാവട്ടം പോലുള്ളൊരു സ്ഥലമാണ്. ഇതിനകത്ത് 40,000 വീടുകൾ നശിച്ചു. അത് ഇസ്രായേലിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഇതെല്ലാം കള്ളത്തരം ഉണ്ടാക്കിയതാണെന്ന് ഫാക്റ്റ് ചെക്ക് പറഞ്ഞാലും പിന്നെ ഇയാൾ പറയണത് ഇറാനിൽ നിന്നും പ്രിസിഷനായിട്ട് അടിച്ചു വന്നു. എലിവാണം വിടണ പോലെ, ദീപാവലിക്ക് റോക്കറ്റ് വിടണ പോലെ അങ്ങോട്ട് താരാ പറന്ന് വിട്ടു. അത് എവിടേക്കോ ചെന്ന് വീണു. മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടർ തകർത്തു എന്ന് അയാൾ പറയണേ. ഈ പരമവിഡ്ഢിക്ക് ചിന്ത വേണം. ആ ഫോട്ടോ കാണിക്കുമ്പോൾ ഏതെങ്കിലും സീക്രട്ട് ഏജൻസിക്കാർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരെന്ന് എഴുതി വയ്ക്കുകയോ? അവിടെ തന്നെ മനസ്സിലായിക്കൂടെ. ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോ, മനസ്സിലായില്ലേ? അതിന് റോ എന്നാണ് പറയാം, RAW. ഇവിടെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് ഈ പറഞ്ഞ ആൾക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ ആൾക്കറിയില്ല. ഇങ്ങനൊന്നും ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാ നാടിനും ഉണ്ട്. എല്ലാ നാട്ടുകാർക്കും അവരവരുടെ ചാരപ്പണി ചെയ്യാനും ആൾക്കാരെ, ഇൻ്റലിജൻസിൻ്റെ ആൾക്കാർ എല്ലാ നാട്ടിലേക്കും ഉണ്ട്. പക്ഷെ അവരുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന്, ആ നാട്ടിൽ എവിടെയാണെന്ന് ആർക്കും പറയില്ല, ആർക്കും അറിയില്ല. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ ആ പേര് എഴുതി വയ്ക്കൂല. അതൊക്കെ കണ്ടിട്ടാണ് ഈ പൊട്ടം കുത്തിയിരുന്നിട്ട് പറയണേ പ്രൊസസീവായിട്ട് അടിച്ചു എന്ന്. 40,000 ആൾക്കാർക്ക് പോയിന്ന് അവിടുത്തെ അപ്പോൾ വെബ്സൈറ്റിലുണ്ടെന്നാണ് ഈ പറയണേ. അപ്പോഴേ മനസ്സിലായിക്കൂടെ ഇയാൾ എന്തൊക്കെയാണ് വിളിച്ച് പറയണതെന്ന്. ലോകത്തിലത്തെ നമ്പർ 1 ചാനലായിട്ട് റൈറ്റേഴ്സ്, അതേപോലെ API, അതേപോലെ ന്യൂസ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഗാർഡിയൻ, ന്യൂയോർക്ക് ടൈംസ്, ഇതൊക്കെയാണ് നോക്കണേ. അപ്പോൾ അതിലൊന്നും പറയണില്ല ഈ കാര്യങ്ങളൊക്കെ. ഇസ്രായേൽ ഛേദം നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ഇവർ പറയുന്ന പോലെ ഒന്നുമില്ല. കാരണം അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ബങ്കറിലേക്ക് പോവും, ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. അപ്പോൾ എവിടുത്തെ 40,000 വീടൊക്കെ പോയിരിക്കണേന്ന് അറിയില്ല. എവിടെ പറ്റി, ആര് ജയിച്ചു, ഇതൊക്കെ. അതായത് ഈ ചാനൽ പലരും കാണണം. അപ്പോൾ മുസ്ലിമുകളും കാണണം, അവരുടെ TRP വേണം. ഈ BJPക്കാർ കാണണം, അതിൻ്റെ TRP കാണണം. എന്നാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ക്രിസ്ത്യാനികൾ കാണണം. അപ്പോൾ അവരും ഇത് സമ്മതിക്കണം. അങ്ങനെ ഒരു നവംസലിംഗാണ്. സ്വന്തം ഒരു സ്റ്റാൻഡില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം മറുനാട്ടിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് പറയണ പുള്ളി. പക്ഷേ പറയണത് ഫ്ലോപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ടും കള്ളത്തരാന്ന് പറയണതും പുള്ളിക്കത് സത്യസന്ധമാണ്. അപ്പോൾ നോക്കണം. അപ്പോൾ
ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ന്യൂസ് പറയണമെന്നുള്ള കാര്യം. അപ്പോൾ എക്സാക്റ്റായിട്ട് നടന്ന കാര്യമല്ല ഇവർ പറയണേ. ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. പറഞ്ഞ് കേട്ടാൽ തോന്നും എന്തോ മുന്നിലങ്ങ് പോയി കണ്ട് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ചോദിക്കും നിങ്ങൾ കണ്ടിട്ട്? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പലരും പറയണത് കേട്ടാൽ, അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടാൽ അത് വിശ്വസിച്ചുകൂടെ? അതാണ് എൻ്റെ ചോദ്യമുള്ളൂ. ഹൈഫയെന്നും ഒക്കെ. അപ്പോൾ ഇതുവരെ ഇസ്രയേലിൽ മരിച്ചിരിക്കുന്നത് 35 ആളെ മരിച്ചിരിക്കുന്നത്. 600 ചില്ലറ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിലത്തെ ഏതാണ്ട് 10-12 ആൾക്കാർ സീരിയസ് ആയിട്ടാണ്. അവരെപ്പോഴും മരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാം, ആ രീതിക്കാണ് ഉള്ളത്. അത് ഇസ്രയേൽ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ബെൻഗുരിയൻ എയർപോർട്ട് കത്തി. അവിടെ ഇപ്പോഴും പ്ലെയിൻ ഇറങ്ങുന്നു, പോകുന്നു, ആൾക്കാർ ബീച്ചിൽ പോകുന്നു, അവരവരുടെ വീക്കെൻഡ് സന്തോഷിക്കുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങേർക്ക് കണ്ണ് കാണില്ല. ഒന്ന്. രണ്ടാമത്, ഈ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് ഇത് മനസ്സിലാക്കേണ്ടത്. അതായത് പലരും പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ ഇത് ട്രംപ് ചെയ്തൊരു നാടകമാണ്. യുദ്ധം നിർത്തണം. പിന്നെ ഒരു ഊഹാപോഹം വരുന്നുണ്ട്. ട്രംപിന് പീസിന് നോബൽ പ്രൈസ് കിട്ടാനുള്ള വ്യഗ്രതയിൽ പുള്ളി ഈ ചാട്ടൊക്കെ ചാടണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ബിസിനസ്സിൻ്റെ കാര്യമാണ്. അതും ശരി തന്നെയാണ്. വേലും ഉള്ളും വാഴമിലേക്ക് വീണാലും വാഴ വേലിമിലേക്ക് വീണാലും ചേതം വാഴയ്ക്കണമെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. യുദ്ധം ചെയ്യുന്ന ആളുകൾക്കാണ് നഷ്ടം. അമേരിക്കയ്ക്ക് നല്ല കാശാണ് വെപ്പൺസ് വിറ്റിട്ട്, ആയുധങ്ങൾ വിറ്റിട്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒത്ത് ഇണക്കി നോക്കണം. വെറും 13 ദിവസത്തെ ഓപ്പറേഷൻ ഏപ്രിൽ 22-ന് ചെയ്യേണ്ടതായിരുന്നു എന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടാണ് നീട്ടിവയ്ക്കണേ. ഇവർക്ക് സമയം കൊടുത്തിട്ട്. ഇതൊക്കെയാണ് വിഷയങ്ങൾ പുറത്ത് വരുന്നത്. അങ്ങനെ ശരി എന്നാൽ അപ്പോൾ അടിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അടി കിട്ടി തുടങ്ങിയപ്പോൾ കമേനി ബങ്കറിലേക്കും പോയി, ഇതൊക്കെ പോയി. അങ്ങനെ ഇപ്പോൾ ഹെസ്ക്യാൻ അവിടുത്തെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അതിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടി പറഞ്ഞ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനം ട്രംപ് നെത്തന്യാഹുവിന് ടൈം കൊടുത്ത് ഇത്ര ദിവസത്തിലുള്ള അടിച്ചിരിക്കണം. അപ്പോൾ ലോകത്തോട് പറഞ്ഞു 2 ആഴ്ചയ്ക്ക് ഡിസ്കഷനാണെന്ന്. പക്ഷേ ഇവിടെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇസ്രയേലിൻ്റെ ഫർദോ ആണ് മെയിൻ ടാർഗറ്റ്. അതിനെ നശിപ്പിക്കണം, അപ്പം ഡൈവേർട്ട് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയൊരു വിഷയമുണ്ട്. ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 13,000 ടൺ ബോംബിൻ്റെ ആ ടെക്നോളജി ഉണ്ടാക്കിയത് ഏതാണ്ട് ഇസ്രയേൽ ശാസ്ത്രജ്ഞന്മാരാണ്. പിന്നെ അത് ഉണ്ടാക്കാനും അതിനെ സൂക്ഷിക്കാനുമുള്ള സൗകര്യം ചെറിയ നാട്ടിലില്ലാത്തത് കൊണ്ട് അത് അമേരിക്കയിലുണ്ട്. അതേപോലെ തന്നെയാണ് ആ ബോംബർ ഫ്ലൈറ്റും. ആ സ്റ്റെലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബോംബർ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റും അതൊക്കെ ഇസ്രയേലിൽ ഇത് കൊണ്ടുവന്ന് പാർപ്പിക്കാനായിട്ടുള്ള സ്ഥലം. അതൊക്കെ സാധാരണത്തെ ഫ്ലൈറ്റ് അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കഴുകിൻ്റെ മുമ്പിൽ ചെറിയ പക്ഷി നിൽക്കുന്ന പോലെയുള്ള അത്ര വലിയ ഫ്ലൈറ്റാണത്. ഒരു ഫ്ലൈറ്റിൽ 2 എണ്ണമാണ് പോണത്. അപ്പോൾ 27 ടൺ എടുത്തിട്ടാണ് ബോംബ് ഇട്ടിട്ടാണ് ഇത് പോയിട്ട് പ്രിസിഷനായിട്ട് അതിനകത്തേക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ തുറന്ന് പോയിട്ടാണ് ബസ്റ്റാവണത്. വീണ്ടും അതേ സ്ഥലത്ത് വന്നിട്ടിട്ട് വീണ്ടും തുറന്നിട്ട് അങ്ങനെയാണ് ഇതിനെ തകർക്കണേ. ഇതൊക്കെയാണ് ആ ടെക്നോളജികളുള്ളതാണെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇസ്രയേലും അമേരിക്കയും തമ്മിലായിട്ടുള്ള കരാർ എന്താണെങ്കിൽ, ഞങ്ങൾക്കിത് എപ്പോൾ ആവശ്യം വന്നാലും നിങ്ങൾ സഹായിക്കണം, അത്രമാത്രം. ആ കരാറിലാണ് നെതന്യാഹു ചോദിച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ ബങ്കർ ബസ്റ്റർ വേണമെന്ന്. തരില്ല എന്ന് അമേരിക്കയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അത് നീട്ടി കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രയേൽ വിചാരിച്ച സമയത്ത് തന്നെ അവിടുന്ന് 19 ഈ ഫ്ലൈറ്റ് പൊന്തി. ഈ B-2 ബോംബർ സ്റ്റെലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് 19 എണ്ണം മിസോറി എയർബേസിൽ നിന്ന് പൊന്തി. അപ്പോഴേക്ക് ന്യൂസ് വന്നു. ആ 19 എണ്ണം പൊന്തിയതിൽ 12 എണ്ണം സൗത്ത് പസഫിക്കിലുള്ള ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഇറങ്ങി. അപ്പോൾ ഏറെക്കുറെ എല്ലാം ഇറങ്ങിയെന്നാണ് ഇറാൻ വിചാരിച്ചത്. പക്ഷെ അതിലത്തെ 7 എണ്ണം സ്ട്രെയിറ്റ് ഇറാനിലേക്കാണ് വരണേ. 13,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അതിൻ്റെ നടുക്കിൽ വെച്ചിട്ട് യാത്രാമധ്യേ 2 പ്രാവശ്യം ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടി വന്നു. രാത്രിയാണ് ഈ ഓപ്പറേഷൻ നടക്കണേ. അങ്ങനെ വന്നു.
നാഥൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി, ആ ബോംബുണ്ടാക്കുന്ന സ്ഥലം നാമാവശേഷമാക്കി അതിൻ്റെ ഫോട്ടോ, അതേപോലെ ഇസ്വാൻ നാമാവശേഷമാക്കി അതിൻ്റെ വീഡിയോ, അതേപോലെ തന്നെ 7 ഫ്ലൈറ്റ് അറ്റാക്ക് ചെയ്യണേ. അതേപോലെ ഇവിടെ ഫർദോലും ചെയ്തു, അതിൻ്റെ വീഡിയോ എടുത്തു. പക്ഷെ പിന്നീട് ഇങ്ങനെ വരുന്നുണ്ട്, ഫർദോൽ നടന്നില്ല, ട്രംപ് പറഞ്ഞത് കള്ളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ നശിച്ച പോലെയാണ് കാണിക്കുന്നത്. അതിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. വേണച്ചിട്ട് ഇറാൻ ഞാൻ വലിയൊരാളായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ അല്ലെങ്കിൽ ഈ സിവിൽ വാർ പ്രക്ഷോഭം ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് വിടുന്നത് ആയിരിക്കാം. പക്ഷെ എന്തായാലും നെതന്യാഹുവിൻ്റെ പ്ലാൻ ബി ഉണ്ടായിരുന്നു. പ്ലാൻ ബി എന്താ? ഒരു പക്ഷേ ബസ്റ്റർ ഫെയിലായാലും നമുക്കത് നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ കമാൻഡോ ട്രൂപ്പിനെ ട്രെയിനിങ് ചെയ്തെടുത്തു ഇതിലിടയ്ക്ക്. അതിൻ്റെ പേരാണ് യഹേൽ ഷലോം എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഓൾറെഡി അവിടെ ഉണ്ട്. ഇന്ന് അവർ അതിൻ്റെ ഉള്ളിലേക്ക് അരച്ച് കയറിയെന്നാണ് പറയുന്നത്. ആ ഭാഗത്തേക്ക് എത്തി. പക്ഷേ ഇറാൻ ആർമിക്ക് എയർഫോഴ്സിന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള റോഡും കാര്യങ്ങളെല്ലാം എത്രയോ കിലോമീറ്റർക്ക് നശിപ്പിച്ചു ഇസ്രയേൽ. അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ കമാൻഡോസ് അതിൻ്റെ മുമ്പ് തന്നെ സേഫായിട്ടുള്ള ഈ ബങ്കർ ബസ്റ്റർ വന്ന് വീണാലും തങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കുന്ന സേഫായിട്ടുള്ള സ്ഥലത്ത് ഈ യഹോൽഷാലയും നിൻ്റെ കമാൻഡോസ് അവിടെ ഉണ്ട്, എത്തി. അതാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അവരിനി എന്തെല്ലാം അവിടുന്ന് കടത്താൻ പറ്റും, എങ്ങനെയൊക്കെ യുറേനിയം എൻറിച്ച്മെൻറ്റിന് വേണ്ടി നശിപ്പിക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്തിട്ട് അവർ പുറത്തേക്ക് വരും. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരിക അവരുടെ കാവൽ IAEA ആണ്, ഇൻ്റർനാഷണൽ അറ്റോമിക് എക്സാമിൻ ഏജൻസിയാണ് അവിടെയുള്ളത്. അവിടേക്കിപ്പോൾ ഇറാൻ്റെ ആരും കടക്കാൻ പറ്റില്ല, അവരുടെ അണ്ടറിലായി ഇപ്പോൾ അത്. അപ്പോൾ ഇവരുടെ ആൾക്കാരാണത്, ഒത്താണ് ചെയ്യുന്നത്. അപ്പോൾ ബി പ്ലാൻ ഇപ്പോൾ വർക്കാവുകയാണെന്നാണ് കേൾക്കണത്. ഇനി ഇതിൻ്റെ നിമിത്തം എന്താ ഉണ്ടായത്? കാത്തിയ ഹെസ്ബുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തീവ്രവാദ സംഘടന ഇറാഖിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ മുളച്ചിട്ടുള്ളൂ. വമ്പന്മാർ തല കുനിച്ച് മുട്ടുകുത്തി പോയി. ഹൂത്തി യമൻ്റെ അത് എവിടെയുള്ളതെന്ന് അറിയില്ല. പിന്നെ ഇറാൻ ഇവർക്കൊക്കെ തീറ്റ കൊടുത്തിരുന്ന ഇറാൻ നട്ടൽ പൊട്ടി. പിന്നെ ഹിസ്ബുള്ള, ഹമാസ്, പിന്നെ സിറിയുടെ കഥ അറിയാലോ. അൽഷബാബ് ഇവിടുന്ന് ഓടിപ്പോയി ഇവിടെയാണ്, റഷ്യയിലാണ്. കോടിയും ബില്യൺസ് ഓഫ് ഡോളർ കൊണ്ടിട്ട് അവിടെ സുഖമായിട്ട് താമസിക്കുക. അതാണ് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇസ്രയേലിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം ഇല്ലാണ്ടിയാക്കി. അപ്പോൾ ഈ യുദ്ധത്തിലുണ്ടായിരുന്ന നേട്ടമാർക്ക ജിയോ പോളിറ്റിക്സ് വിഷയമായിട്ട് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയപ്രകാരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇസ്രയേലാണ് ഇതിൽ നേടിയത്. ഒക്ടോബർ 7 ഈ മണ്ടന്മാർ കാണിച്ച ഒരു മണ്ടത്തരം, അതിൻ്റെ അവസാനം ഇറാനിൽ കൊണ്ടിട്ട് അങ്ങ് തീർത്തു. കാരണം ഇറാനാണല്ലോ ഇവരുടെയൊക്കെ തള്ള, മദർ ഓഫ് തീവ്രവാദം, ടെററിസം അവരാണല്ലോ. അതിനും തീർത്തു, മക്കളെന്നൊക്കെ തീർത്തു. പോളിറ്റിക്സായിട്ട്, അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് പേര് ആർക്ക് കിട്ടി? ട്രംപിനും കിട്ടി. എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളൊരു പേര് തരാം, നിങ്ങൾക്കൊരു പദവി ഇരുന്നോട്ടെ. ഇനി ഇയാളെന്നെ നശിപ്പിച്ച് ആൾക്കാർ തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് പെഹസ്കാനോട് പറഞ്ഞ്, ഇറാൻ പ്രസിഡൻറ്റിനോട്, നിങ്ങൾ ഇത്രാം തീയതി ഇത്ര സമയത്ത് ഞങ്ങളുടെ ഖത്തറിലുള്ള ഒരു ബേസിൽ നിങ്ങളങ്ങ് ഇട്ടോ, ഒരു 5-6 എണ്ണം, 2-4 എണ്ണമൊക്കെ ഞങ്ങളങ്ങ് തടുക്കും, 1-2 അങ്ങ് വീണോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് ചെയ്തു. ഒരു നാടകം കളിച്ചു ഖത്തറിൽ, അതേപോലെ ഒരു നാടകം കളിച്ചു. അപ്പോൾ ഇറാനിലുള്ള ആളുകൾക്ക് ആ പൊട്ടന്മാർ നമ്മളെ ആൾക്കാർ ചെയ്തു എന്നായി, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് എന്താ പറ്റി? ഇപ്പോൾ ഇവരിത് ഒപ്പിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ട്രംപ് പറഞ്ഞത്, ഇറാന് വളരെ നന്ദി, നിങ്ങൾ ഞങ്ങളതിനെ അറിയിച്ചതിന്, ബോംബിടുന്നത് അറിയിച്ചതിനെ എന്ന്. അപ്പോൾ കള്ളം പുറത്ത് ചാടിയില്ലേ? ഇതാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഇവിടുത്തെ കുറേ സുഡാപ്പികൾ കിടന്നിട്ട് ഇറാൻ അങ്ങനെയാണ്, ഇറാൻ തൊട്ട വിറയ്ക്കും, റഷ്യ പിടുങ്ങും, റഷ്യ അത് ചെയ്യും, റഷ്യ ഇത് ചെയ്യും, ചൈനയിൽ നിന്ന് പോകുന്നു, ചൈനയുടെ ഫ്ലൈറ്റ് കണ്ടു, ഇറാൻ കണ്ട ഉടനെ ട്രംപ് പേടിച്ചു, ഇറാൻ്റെ ഹൈഡ്രജൻ ബോംബ് കണ്ട ഉടനെ നെതന്യാഹു വിറങ്ങലിച്ചു, പനി വന്നു, ഇങ്ങനെ അങ്ങോട്ട് പടച്ച് വിടുകയാണ് ബങ്കറിലായിരുന്ന ആൾ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. എന്നാലും
എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ആഴ്ച എന്ന കണക്കിലാണ്. അത് തട്ടിക്കളയും. മൊസാദിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്. ഇനി എവിടേക്കാണ് മൊസാദിൻ്റെ ആൾക്കാർ ഇല്ലാത്തതെന്നാണ് ഇപ്പോൾ ചോദിച്ചറിയേണ്ടത്. ആ രീതിയിലേക്ക് ഇറാനിൽ മൊസാദ് അങ്ങോട്ട് കിടന്ന് കളിക്കുകയാണ്. ഇപ്പോഴും ഇറാൻ്റെ എയർഫീൽഡ് ഇസ്രയേൽ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ കേൾക്കണേ. ഇസ്രയേലിൻ്റെ അണ്ടറിലാണ് ഇറാൻ്റെ എയർഫീൽഡ് കിടക്കണേ ഇപ്പോഴും. കാര്യം സീസ്ഫയർ ആണെങ്കിലും, കാരണം ഏത് നേരത്തും ചിലപ്പോൾ ഈ സീസ്ഫയർ ബ്രേക്ക് ആവാം. സീസ്ഫയർ പ്രഖ്യാപിച്ചു ഇറാൻ സമ്മതിച്ചതിന് ശേഷം ഇറാനിന്ന് 2 മിസൈൽ വന്നു, 2 ഇൻ്റർസെപ്റ്റ് ചെയ്തു. എന്നാൽ നിങ്ങൾക്കൊരു പാഠം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇസ്രയേലും ഈ പേരും പറഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് അയാൾ വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് പറയണേ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അടുത്ത വിഷയം പുറത്തു വരുന്നു പ്രിയ സ്നേഹിതർ. എന്താണ്? കാത്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, ഫ്രഞ്ചിൽ ജനിച്ച് വളർന്ന് ബ്രിട്ടീഷിൽ ബിരുദാനന്തര ബിരുദം ഈ ജേർണലിസത്തിലൊക്കെ എടുത്ത ഒരു യഹൂദ സ്ത്രീ. ഈ സ്ത്രീ അപ്പോൾ എത്ര കാലം മുമ്പ് ഒരു പ്ലാൻ ചെയ്യണം നോക്കി, ഒരാളേനെ റെഡിയാക്കണം നോക്കി. ബ്രിട്ടനിൽ പഠിക്കുമ്പോൾ ഒരു യമൻ സുന്നി മുസ്ലിമായിട്ടുള്ള വ്യക്തിയെ പ്രേമിക്കാനും ആ കല്യാണം കഴിഞ്ഞ് ഈ സ്ത്രീ മുസ്ലിമായി ഒക്കെ അഭിനയമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് മക്കളാവുന്നത് 2 മക്കളുണ്ടെന്നാണ് പറയണം. അപ്പോൾ അത് അഭിനയം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കൾ ഈ സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാണോ അത് ദത്തെടുത്താണോ അതും പറയാൻ പറ്റില്ല. പ്രസവിച്ചതായിരിക്കും വിചാരിക്കാം. ശരി, നമുക്കിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിയുന്നു. അടുത്ത ഘട്ടം വന്നപ്പോൾ മെല്ലനെ ഈ സ്ത്രീ സുന്നീനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു, അല്ല ഷിയനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീട്ടിലും പറഞ്ഞ ആ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അയാൾ അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് വെച്ചു. അതാണ് ഇവർക്ക് വേണ്ടേ. അങ്ങനെ ആ വ്യക്തി ഈ സ്ത്രീനെ ഡിവോഴ്സ് ചെയ്യുന്നു. കുട്ടികളും കൊണ്ട് അയാൾ പോയി. ഈ സ്ത്രീ ഇപ്പോൾ ഈ ഫേമസായി. ബ്രിട്ടനിലുള്ളപ്പോൾ തന്നെ ഗാർഡിയൻ്റെ റിപ്പോർട്ടറാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വന്നപ്പോൾ ഷിയ മുസ്ലിമായിട്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ പൂർവികമാരും അന്വേഷിക്കുന്നില്ല. ഇവൻ്റെ ഭാര്യയാണ് ഷിയയിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്കേ ആയുള്ളൂ. അത് കഴിഞ്ഞ് ഇറാനിലേക്ക് വന്നു. ഇറാനിൽ വന്നപ്പോൾ ഇറാൻ്റെ പേർഷ്യൻ ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടറായി. അങ്ങനെയായി ഇങ്ങനെ ഇറാനിൽ അറ്റ് എ ടൈം 3 ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടറായിരുന്നു. റിപ്പോർട്ടറും എഡിറ്ററൊക്കെ ആയിട്ട് അങ്ങ് വർക്ക് ചെയ്തു. അങ്ങനെ ഖമേനിയെ പൊക്കി എഴുതുന്ന ആളായി, ബ്ലോഗറായി. അങ്ങനെ ഖമേനിയുടെ ഉറ്റ സുഹൃത്ത് പോലെയായി. ഏത് ഒഫീഷ്യലിൻ്റെ വീട്ടിലേക്ക് ഏത് നേരത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഈ IRGയുടെ ജനറൽമാരും അതേപോലെ ആർമിയുടെ ജനറൽമാരുടെയും ഭാര്യമാരായിട്ട് ഭയങ്കര കോണ്ടാക്റ്റായി. അവർ വീട്ടിലേക്ക് ഡിന്നറായി, പോക്കായി, വരവായി എല്ലാം കഴിഞ്ഞു. കറക്റ്റ് ആ സ്ത്രീയുടെ ദൗത്യം നിറവേറ്റി. അറ്റാക്ക് ചെയ്യണതിൻ്റെ 2 ദിവസം മുമ്പ് സ്ത്രീ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അറ്റാക്ക് തുടങ്ങിയപ്പോൾ സ്ത്രീ പോയി എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇറാനെ ആ സ്ത്രീ കാലിയായി. അപ്പോൾ വെറുതെ അല്ല ഈ നെതന്യാഹു പറഞ്ഞ് ഖമേനി എവിടെ പോയാലും എവിടെപ്പോയാലും ഞങ്ങളുടെ കണ്ണുണ്ട് എന്ന്. ട്രംപ് വെറുതെ അല്ല പറഞ്ഞ് നിങ്ങൾ ഏത് ബങ്കറിലുള്ളതെന്ന് ഞങ്ങൾക്കറിയാം, അവിടെ തന്നെ ഇരുന്ന് സുരക്ഷിതമായിട്ട് പുറത്തുനിന്ന് തട്ടിക്കളയുന്നത്. അപ്പോൾ അത്ര പിൻ പോയിൻ്റ് ഇൻഫർമേഷനാണ് ഈ കാത്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ കൊടുത്തത്. അങ്ങനെ ആ സ്ത്രീ ഇപ്പോൾ ഫ്രാൻസിലാണോ യൂറോപ്പിൽ എവിടെയെങ്കിലാണോ ഇസ്രയേലിലാണോ ഇനി ഇറാൻ്റെ തന്നെ ഏതെങ്കിലും മൂലയ്ക്കുണ്ടോയെന്ന് ആർക്കും അറിയില്ല. സ്ത്രീ അപ്രത്യക്ഷമായി. അങ്ങനെ ഇവരുടെ എല്ലാ കിടപ്പാറടക്കം ഏത് ഭാഗത്താണ്, എവിടെ കിടക്കണം, എപ്പോഴാണ് കിടക്കണം, എന്തൊക്കെയാണെന്നുള്ള സർവ്വ ഡീറ്റെയിലും ഈ സ്ത്രീ കൊടുത്ത് അവിടെ എല്ലാം ഇവർക്ക് ഈ കൊതുവിൻ്റെ സൈസിലുള്ള ഈ ട്രാൻസ്മിറ്ററെല്ലാം പിടിപ്പിച്ച് അതിനെ എയിം ചെയ്തിട്ട് ഇവരങ്ങ് അറ്റാക്ക് ചെയ്തു. ആ സ്ത്രീയെല്ലാം പിടിപ്പിച്ച് അത് വേറെ രീതിയിൽ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നവർ, ക്ലീനിങ് വരുന്നവർ, അങ്ങനെ മൊസാദിൻ്റെ ആൾക്കാരെ അങ്ങോട്ട് നിറഞ്ഞ് തുള്ളി. ഇവർക്ക് കാശിന് അവിടുത്തെ ഇറാനിയൻസും എന്തായി ഇവർക്ക് ചാരന്മാരായിട്ടങ്ങ് മാറി, ഏജൻറ്റുമാരായിട്ടങ്ങ് മാറി. കൊറോണത്തിന് പിടിച്ചിട്ടെന്നാണ് പറയണത്. ചിലരും തൂക്കിക്കൊല്ലുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊക്കെ റെഡി ആയിട്ടുള്ളവർ വന്നാൽ മതി ഇതിന്. പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലേ, ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ മൊസാദ് അവർക്ക് വേറെ രാജ്യത്ത് അവർക്ക് വീടും സിറ്റിസൺഷിപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്. അതാണല്ലോ മൊസാദിൻ്റെ ഇത്രയും കാലമുള്ള അവരുടെ പ്രവൃത്തി. അപ്പോൾ എന്ത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പ്രൊസസീവായിട്ടാണ് അവർ അടിച്ചിരിക്കണത്. ഉന്നം നോക്ക്, എത്ര കൊല്ലം മുമ്പാണ്. ഏതാണ്ട് 2005 തൊട്ടങ്ങോട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ട്. ഫിനിഷ് ആവുന്നത് 2020. അപ്പോൾ 20 കൊല്ലം മുമ്പ് തന്നെ അവർ ഒരാളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു പ്രവർത്തിച്ചു. മൊസാദ് എന്താ ചെയ്യണമെന്ന് ഒരൊറ്റ ആൾക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ഫർദോ ഏതാണ്ട് തീരും. അപ്പോൾ തീരുമെന്ന് പറഞ്ഞാൽ ഇനി ആക്രമിച്ച് തീർക്കല്ല, അത് യൂസ്ലെസ് ആക്കിയിട്ടങ്ങ് മാറ്റും.
ഒരു രീതിയിലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനങ്ങോട്ട് മാറ്റും. അതാണ് ഈ യാഹേൽ ഷലോം എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡോസ് ആ ഏരിയ അതിലേക്ക് അങ്ങോട്ട് പോയി എടുക്കണം. ഇവർക്കിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ എന്തിട്ട് നോക്കിയ കാര്യം. അപ്പോൾ അതാ അടുത്ത ന്യൂസ് വരുന്നു. പെഹസ്ക്യാൻ്റെ അതേപോലെ ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് 2 ആളുടെയും ടീം എവിടെയുണ്ട്? ഇപ്പോൾ ന്യൂയോർക്കിലുണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സൈൻ ചെയ്യാം, ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് പീസ് അതായത് പവർ പ്ലാന്റിന് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ ലെവലിൽ ഞങ്ങൾ എൻറിച്ച് ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ ബോംബിൻ്റെ രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടിരില്ല, ഞങ്ങൾ ട്രീറ്റിൽ സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതാ അമേരിക്കയുടെ കാക്കിൽ പോയി നിൽക്കേണ്ട ഇറാൻ. കമേനി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ ഇതങ്ങോട്ട് കണ്ടപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും മക്കൾ സുഡാപ്പികൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കണ്ട ഇറാനെ അങ്ങോട്ട് പേടിച്ചു, ഇറാനെ തകർത്തു, അതൊന്നും ഒരു ചുക്കുണ്ടായിട്ടില്ല. ഇതൊക്കെ ഒത്തു കളിച്ചതാണ്. ഡ്രാമയാണത്. നല്ല നാടകം ചെയ്തു. അങ്ങനെ അതും ഈ സുഡാപ്പികൾ അങ്ങോട്ട് വിശ്വസിച്ചു. ഇതിൽ ഇസ്രയേലിന് നഷ്ടം പറ്റിയോ? ഒരു നഷ്ടം പറ്റിയില്ല ഇസ്രയേലിന്. ഇസ്രയേലിൻ്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഞങ്ങളടുത്ത് മുട്ടാൻ ഒരുത്തിനും ഒരുങ്ങണ്ടെന്ന് പറഞ്ഞു. ഇത് അമേരിക്ക ഇത് കാണണമൊക്കെ ഉണ്ട്. പല F-35 ഫ്ലൈറ്റുകളും F-16 ഫ്ലൈറ്റുകളൊക്കെ അമേരിക്കയിൽ നിന്ന് മേടിച്ചിട്ട് ഇവരുടെ സ്പെഷ്യൽ രീതിക്ക് അതിനെ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്ക ഞെട്ടാണ്. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അതും ചെയ്തിട്ടുണ്ട് ഇതിലിടയ്ക്ക്. ഇപ്പോൾ പശ്ചിമേഷ്യ ഭാഗത്ത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് പറയാം, ഇപ്പോൾ തലവനാരാ? ഇസ്രയേലാണ്. ഇനി സ്നേഹിതന്മാർ നോക്കിക്കോ, അടുത്ത മൂവ് എങ്ങടെ നടക്കുകയാണ്. അടുത്ത മൂവ് നടക്കാനിരിക്കുന്നത് അബ്രാഹമിക് അക്കോർഡിലെ ഇറാൻ ഒഴികെയുള്ള, കാരണം ഇറാൻ മുസ്ലിം രാജ്യമാണെങ്കിലും അറബി നാടല്ല ഇറാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പേർഷ്യൻ ഭാഷക്കാരാണ്. നമ്മൾ ബൈബിളിലെ എസ്തർ റാണി ഉണ്ടായിരുന്നല്ലോ, ആ പേർഷ്യ രാജാവാണ്. ആ പേർഷ്യൻ ഇറാൻ. അവരൊരിക്കലും അറബികളല്ല. അത് അറബ് നാടുകൾക്ക് അതുകൊണ്ട് ഇവരേനെ വലിയ അടുപ്പുമില്ല. മുസ്ലിം എന്നുള്ള മതരീതിയിലുള്ളൂ. പക്ഷെ അറബ് നാടുകളെല്ലാം അബ്രാമിൻ്റെ അക്കോർഡിൽ സന്തതികളാണെന്നുള്ള രീതിയിൽ അബ്രാമിക് അക്കോർഡിലേക്കാണ് അവർ വരാനിരിക്കുന്നത്. അതിൻ്റെ വർക്കായിരിക്കും ഇനി ആരംഭിക്കുക. അപ്പോൾ നമുക്ക് അറിയാം, ഒരു 1-2 വർഷത്തിനുള്ളിൽ ഒരു 90% അറബ് നാടുകൾ ഇസ്രയേലിൻ്റെ കൂടെ അബ്രാമിക് അക്കോർഡിൽ ചേർന്നാൽ ഇസ്രയേലാണ് അതിൻ്റെ തലവൻ. എങ്ങനെ ലോകത്തിൻ്റെ പോലീസ് അമേരിക്ക ആയിട്ടുണ്ടോ എന്ന പോലെ പശ്ചിമേഷ്യയുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ തലവൻ പോലീസ് ഇനി ഇസ്രയേൽ എന്നുള്ള രീതിയിലേക്ക് എത്തും. ഇറാൻ ഒരൊറ്റ ആൾക്കും വേണ്ട, യൂറോപ്പിനും വേണ്ട, അമേരിക്കയ്ക്കും വേണ്ട, റഷ്യയ്ക്കും വേണ്ട, ആർക്കും വേണ്ട ഇറാനെ. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ തീവ്രവാദത്തിൻ്റെയും മാതൃസ്ഥലമാണ് ഈ ഇറാൻ. കംപ്ലീറ്റ് ഫിനാൻസും ഇവരെ ചെയ്യണത്. അപ്പോൾ ഇറാനെ ഇതിലങ്ങോട്ട് ഇല്ലാണ്ടാക്കി ഇസ്രയേൽ കാര്യം നേടി. ഇനി അടുത്ത വിഷയം നമ്മൾ നോക്കാൻ പോണത് ലോകഗുരു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തൊള്ളപ്പുളിയുണ്ട് മോദി. ലോകഗുരുവാണ്. അതിന് സുഡാപ്പികൾ ഇങ്ങനെ പൊന്തിച്ച് G7 എത്തിയിട്ട് എന്തൊരു ചുക്കുണ്ടായില്ല. നാണം കെട്ട് പോകാണ്ടിരിക്കാറും നല്ലത്. ചെന്ന് കയറിയിട്ടുമ്പോൾ നിന്ന് കിടന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എന്ന പോലെ ഇരിക്കാനും നല്ലത്. ഇപ്പോൾ ഒരു ഉച്ചകോടി, ഒരു 10 രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടി ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ? ചൈനയിൽ. ഏതാണ്ട് 4 തീരും. അതിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചെന്നിട്ട് നമ്മൾ പല പോയിൻ്റ് വെച്ചു. പഹൽഗാം പ്രശ്നം ഇതൊക്കെ നടന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഇതിലാണ് നടന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തീവ്രവാദത്തിൻ്റെ നാടാണെന്നും ലഷ്കർ തായിബ പോലുള്ള സംഘടനകൾ തീവ്രവാദ സംഘടന ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം റഷ്യ അടക്കം മിണ്ടിയില്ല. റഷ്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഈവൻ ടർക്കി ഉണ്ട്, പിന്നെ അസർബൈജാൻ, അർമേനിയ പെട്ട് അങ്ങനെ ഏതാണ്ട് ഒരു 10 രാജ്യങ്ങൾ, 10-20 രാജ്യമാണ് അതിനകത്തുള്ള. ഒരൊറ്റ ആളും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തില്ല. അത് ചവിട്ടുകോട്ടയിൽ കിട്ടും. പിന്നെ റഷ്യ പറഞ്ഞു ഇത് തീവ്രവാദമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ജനറലായിട്ടുള്ളൊരു പരിപാടിയാണെന്ന് പറയാം, അത്ര തന്നെ. നോക്കിയേ എങ്ങനെയുണ്ട് കാര്യം. ഇതിൻ്റെ പുറകെ നിറയെ കാര്യമുണ്ട് പ്രിയ സ്നേഹിതന്മാരെ. നമ്മൾ ആലോചിക്കണം, ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം?
ഇവർ അകത്തെ തീവ്രവാദികളാണ്. അതുമാത്രമല്ല, ഈ പെഹൽഗാം വിഷയവും പുൽവാമ വിഷയവും ഒക്കെ വന്നപ്പോൾ അതിനകത്ത് വിദേശ രാജ്യങ്ങൾ ഇടപെട്ടു. ബാഗൽകോട്ട് വിഷയത്തിൽ വന്നപ്പോൾ വിദേശ രാജ്യങ്ങൾ ഇടപെട്ടിട്ട് ഇത് എന്താണ് ഇങ്ങനെ നടക്കണം ചോദിക്കാൻ വന്നപ്പോൾ ഇന്ത്യൻ പാർട്ടികൾ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ തലയിടാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല എന്ന്. നിങ്ങളിത് ഓർക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്? അന്ന് പുൽവാമ വിഷയത്തിൽ വന്നു, ഇപ്പോൾ ഇതിൽ വന്നു. ഇന്ത്യൻ വിഷയത്തിൽ നിങ്ങൾ ആരും ആഭ്യന്തര വിഷയം നിങ്ങൾ തലയിടണ്ട, അത് ഇന്ത്യക്ക് അറിയാം എന്ന് പറഞ്ഞു. ഇനി അവരെങ്ങനെയാണ് ഇന്ത്യയുടെ വിഷയത്തിൽ അവർ തലയിടുക? ഇപ്പം നിങ്ങളെല്ലാവരും പഹൽഗാം കേട്ടിട്ട് ഇവരെന്നെ പാകിസ്ഥാനെ ടെററിസ്റ്റ് നാടാക്കണം, ഞങ്ങളതിനെ തലയിടണേ. നിങ്ങൾ നോക്കിയോ, ഞങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇതാണ് ഉണ്ടായത്. ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താ? രണ്ടാമത്തെ പോയിൻ്റ്, ഇവിടെ നടക്കുന്ന വിഷയം എന്താ? ഇവിടുത്തെ ദളിതുകളും ഹരിജനും ഈ കീഴ്ജാതി ജനങ്ങളെ ഇവർ എന്തൊക്കെയാണ് ചെയ്യണേ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ മോദിനെ അമിത്ഷാനെ ഈ കംപ്ലീറ്റ് RSSനെ കൊല്ലും. ആ ജാതി തമ്മാടിത്തരാണ് ഇവർ ചെയ്തത്. ഇപ്പം ഇവർ തീവ്രവാദി അല്ലാണ്ട് ആരാണ് ഇവർ? ഞാൻ കാണിച്ചു തരാം. ବାଟ ମାଗି ଦବ ଗୋଟା ମାଗିଆ ଗାଈ ବେପାର କରୁଛନ୍ତି ମାଗିଆ କାଟିବା କଥା ମାଗିଆ ଗାଈ ଦଉନି କାଟିକି ଖାଇବୁ ହଉ ବାଟ ମାଗି ଦବ ଗୋଟା ମାଗିଆ. ഇതാണ് നടന്ന സംഭവം. എന്താണത്? അവിടുത്തെ പലരും തിന്നു, ബീഫ് തിന്നൂന്ന്, അല്ലാണ്ട് വേറെ വല്ലതും തിന്നൂന്നല്ല ഈ പറയണേ. മാട്ടിറച്ചി തിന്നൂന്ന്, പശുയിറച്ചി തിന്നൂന്ന് അവർ. അപ്പോൾ ആ വിൽക്കാണ്ടവർ മേടിച്ച് തിന്നുമോ? ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. തിന്ന 2 ചെറുപ്പക്കാരനെ ഈ ബ്രാഹ്മണ സമൂഹം പിടിച്ച് അടിച്ച് കഴുത്തിൽ കയറിട്ട് 4 കാലുമേ പശുവിനെ നടത്തണ പോലെ നടത്തി തൊള്ളയിൽ പുല്ലും പ്ലാവിൻ്റെ ഇലയും മരത്തിൻ്റെ ഇലയൊക്കെ കയറ്റി കടിച്ച് തിന്നണമെന്ന് പറഞ്ഞ് റോഡിൽ ചാക്കടയിലത്തെ വെള്ളം നക്കി കുടിപ്പിച്ചു. ഇത് ലോകം കണ്ടു. എന്നിട്ടാണ് ഈ തെണ്ടി പറയണ കുത്തിയിരുന്നിട്ട് ഈ പ്രൈം മിനിസ്റ്റർ നാണില്ലാത്ത തെണ്ടി പറയണേ ഇവിടെ ഡെമോക്രസിയാണ്, ലോകതന്ത്ര ഹേ എന്ന് പറയണത്, ഇവിടെ സമാധാനമാണെന്ന്. ഒരു മറുനാടൻ തെണ്ടിയുണ്ട്, ഒരു കോണക്കുന്തൻ. RSS എന്താ ചെയ്ത RSS എന്ന് ചോദിച്ചിട്ട് അയാൾ നല്ല നേരത്തിൽ പറയും. എന്നിട്ട് ഹിന്ദു മുന്നികളുടെ കൂട്ടത്തിലൊക്കെ പോയിട്ട് പ്രസംഗിക്കും കാശ് വേണ്ടിയിട്ട്. ഇതൊന്നും ഇയാളുടെ കണ്ണിൽ കാണില്ല, അയാൾ പറയൂല. അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. എന്താ മുസ്ലിമുകൾ ചെയ്യണത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ലേ? എത്ര ആളെന്നെ ബീഫ് കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു കൊന്നു, ലിഞ്ചിങ് ചെയ്തിട്ടുണ്ട്. കണക്ക് പറഞ്ഞതിൽ 400 ചില്ലറ ആൾക്കാരെന്നെ കൊന്നുണ്ട്. ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ അടി. ഇപ്പോൾ ഒറീസയിൽ എന്താ, ഇതൊരു പാസ്റ്ററും ഭാര്യയും നടന്ന ചെറിയൊരു പള്ളി, ഒരു ഗ്രാമത്തെ പള്ളി, ഒരു പെന്തക്കോസ്തൽ ചർച്ച്. ഭാര്യനും ഭർത്താവിനും പുറത്ത് കൊണ്ടുവന്ന് അടിച്ച് RSS ചെയ്യുന്ന പണിയാണ്. ബൈബിള് കീറി താഴ്ത്തിട്ട് ചവിട്ടാന്ന് പറഞ്ഞ് തുപ്പടാന്ന് പറഞ്ഞ് ജയ് ശ്രീറാം പറയണമെന്ന് പറഞ്ഞ് അടിക്കുക. എന്നിട്ട് ആ സ്ത്രീയുടെ തലയിൽ കുങ്കുമം തേക്കുക. ഇതൊന്നും മറുനാടൻ പറഞ്ഞിട്ടുള്ള കോപ്പനെ കാണില്ല. ഇതൊന്നും ഒരു ക്രിസ്ത്യൻ പേരിൽ കിടക്കുന്ന ഒരു ചാരൻ, ഹിന്ദുത്വയുടെ ചാരൻ, മോദിനെയും RSSനെയും അണ്ടി തിരുമ്പി നടക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ രക്തം ചൂടാവാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടല്ല, മനസ്സിലായില്ലേ? പക്ഷെ നാട്ടുകാരെ അറിയണത് ഈ BJP ഹിന്ദുത്വ RSSകാർ ചെയ്യണ തെണ്ടിത്തരം എന്താണെന്ന് മനസ്സിലാവണം. ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ പോയിട്ട് മറ്റുള്ളവർ പറഞ്ഞ തീവ്രവാദം, സ്വന്തം നാട്ടിൽ തീവ്രവാദം ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തുണ്ടായത്? ഇതിനു മുമ്പ് മുസ്ലിമുകളുടെ വീടെല്ലാം അടിച്ച് തകർത്തു ഡൽഹിയിൽ, UP-യിലൊക്കെ. ഇപ്പോൾ പുതിയൊരു മെട്രോ ട്രെയിനിൻ്റെ ട്രാക്ക് വരുന്നുണ്ട് ഡൽഹിയിൽ. അപ്പോൾ അവരുടെ കറക്റ്റുള്ള റൂട്ട് പ്രകാരം വന്നാൽ ട്രാക്കിൻ്റെ ഇപ്പുറത്ത് 9 മീറ്റർ ഗ്യാപ്പിൽ വീടുകളുണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ റൂട്ടിൽ വരുമ്പോൾ 9 മീറ്ററിൻ്റെ അവിടെ 27 അടിക്കുള്ളതെല്ലാം ബ്രാഹ്മണന്മാരുടെയും പണക്കാരുടെയും ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഈ തെണ്ടികൾ എന്ത് ചെയ്തു? അത് കുറച്ച് അപ്പുറത്തേക്ക് റൂട്ട് മാറ്റി. അപ്പോൾ അവിടെ 27 മീറ്റർ അങ്ങോട്ട് സ്ഥലം എടുത്തു. അതാരുടെയാണ്? മദ്രാസികളുടെ ഗാവ് എന്ന് പറഞ്ഞിട്ട് 10, 60, 70
വർഷമായിട്ട് ജീവിക്കണ തമിഴ്നാട്ടിൽ നിന്ന് പോയിരിക്കുന്നവർ, അവരവിടുത്തെ IAS ഓഫീസർമാരൊന്നല്ല, അവിടെ കൂലിപ്പണിയും വീട് പണികളും ഇതൊക്കെ ചെയ്ത് കച്ചവടം ഇതൊക്കെ ചെയ്ത് ജീവിക്കണ എങ്ങനെ ഇവിടെ ബോംബെയിൽ ഇതുണ്ടല്ലോ, ഒരു വലിയൊരു ചേരി സ്ഥലം ഉണ്ടല്ലോ, പെട്ടെന്ന് പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മുടെ കൊച്ചിൻ അനഫിയൊക്കെ ചോദിക്കും അങ്ങനെ സ്ഥലം നീ കേട്ടിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഡൽഹിയിൽ മദ്രാസി ഗാവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അവിടെ 27 മീറ്റർ നീളത്തിൽ ഇവരുടെ വീട് ഒരു നോട്ടീസിലൊന്നുമില്ല. ഒരു കൊടുത്തുങ്ങൾക്ക് കാലി ചെയ്യാൻ പറഞ്ഞു, പിറ്റേ ദിവസം ബുൾഡോസറാ വന്നു, 10,600 വീടുകൾ അതിനങ്ങോട്ട് അടിച്ചാൽ പൊട്ടിച്ചു. வணக்கங்க, டெல்லியில் இருக்கோம். ஐச்சி கேம்ப், மദ്ராசி கேம்ப் எல்லா இடத்துல வீடு உடச்சி நொறுக்கிட்டு இருக்காங்க. அந்த முஸ்லீம் வீடெல்லாம் இடிக்கும் போது நாங்கள் சந்தோஷப்பட்டோம், ஹிந்து சாம்ராஜ்யம் வந்துருச்சுன்ட்டு. இந்த ஹிந்து முஸ்லீம் பண்ணி பிஜேபிக்கு ஓட்டு போட்டு கொண்டு வந்தா ஹிந்து மக்களே இப்போது நொறுக்க ஆரம்பிச்சிட்டாங்க. என்ன பண்ணுறது? அடுத்தவங்க வீட்டில் நெருப்பு பற்றும் போது நம்ம சந்தோஷப்படக்கூடாது, நம்ம வீட்லேயும் பற்றோன்ட்டு இப்போ தான் புரிஞ்சுக்கிட்டோம். ஆனால் ரொம்ப கொடுமை பண்ணுது இந்த பிஜேபி அரசாங்கம். பின்னாடி 9 மீட்டர் தான் இருக்குது, பின்னாடி 9 மீட்டர்லேருந்து வர ஒரு ட்ரெயினை இங்கே 30 மீட்டர் வேணுங்கிறாங்க. அந்த 9 மீட்டர் இருக்கிற இடத்துல பணக்காரங்க வீடு, இங்கே ஏழை மக்கள் வீடு. நீங்களே பாருங்கள், அப்படியே எட்டு காட்டுறோம். இங்கே நல்லா அகலமாக இருக்கிற ஒரு ட்ரெயின் இது, ஆனால் இங்கேயே உடைக்கணுங்கிறான். இப்போ என்ன பண்ணுறது? இது ஒரு ஏழை மக்களுக்கும் இந்த வீடு திருப்பி மாற்றி கொடுக்குறோம் ஒன்றுமே இல்லை. 40, 50, 60 வருஷமாக வாழ்ந்தாங்க இங்கே, எல்லாம் போச்சு. என்ன பண்ணுறது? இங்கே தலையெழுத்து. എങ്ങനെയുണ്ട്? അവരൊക്കെ കരയെ ചെയ്യണേ. സ്കൂളിൽ പോണ കുട്ടികൾ, ഒരു ചെറിയൊരു പെൺകുട്ടിയോട് ചോദിക്കുക എന്താ മോളുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ പറയാം, പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? तो आपका नाम क्या है, पूरा नाम बताओ आप। हमारा तो अब कोई नाम ही नहीं बचा, हमारे तो सब डॉक्यूमेंट इसी में दब गए। अब क्या नाम रहेगा हमारा? जब घर नहीं है, कागज नहीं बचे, अब तो ये एड्रेस का भी कुछ नहीं है, तो अब क्या नाम है हमारा? ഞങ്ങൾക്ക് പേരുമില്ല, ജാതിയില്ല, ഊരുമില്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ. ഒരു സ്കൂളിൽ പോണ ഒരു 3-4 പഠിക്കുന്ന 8 വയസ്സുള്ളൊരു പെൺകുട്ടി പറഞ്ഞതാണ്, അതാണ് അത്ര വൈറലായത്. ഈ തെണ്ടികൾ ചെയ്യണമെന്ന് ഇതാണ്, ഈ ബ്രാഹ്മണ ആധിക്യമുണ്ടല്ലോ, ബ്രാഹ്മണ ഭരണം, ഇതാണ് ഇവിടെ രാമരാജ്യം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് തുടിക്കണം. കേരളത്തിലും തമിഴ്നാട്ടിലും തെക്കേന്ത്യയിലും വടക്കേന്ത്യയിലൊക്കെ. വടക്കേന്ത്യ പിന്നെ പറയണ്ട, അവിടുത്തെ ശൂദ്രന്മാർ തീട്ടത്തിനാണ്, ഒരു തലയിലൊരു ബുദ്ധിയുമില്ല. പക്ഷെ ആ പരിപ്പ് തെക്കേന്ത്യയിൽ വേവില്ല. എന്നാലും കിണഞ്ഞ് പരിശ്രമിക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലെ മുരുകൻ്റെ പേരിൽ, മുരുകൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ദൈവമാണ്, തമിഴ് ദൈവമാണ് അവരുടെ വിശ്വാസപ്രകാരം. അത് ഇവർ ഏറ്റെടുക്കണം മുരുകനെ. പക്ഷെ അത് ഫ്ലോപ്പായി, അവിടെ അടിപിടി ഇനി ഓടിപ്പൊക്കളാൻ പറഞ്ഞു. ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. മിന്നാന്ന് എന്തുണ്ടായത്? ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ അവിടുത്തെ മാവോറീസ്, അവിടുത്തെ അബോറിജിൻസാണ്, ഒറിജിനൽ ആൾക്കാരാണ് മാവോറീസ്. അവർ UP-യിൽ നടന്ന ഈ സംഭവം കണ്ടിട്ട് അവിടെ RSSൻ്റെ പതാക കത്തിച്ച് കീറി ചവിട്ടി പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ. ഈ നാട്ടിലും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരെന്നെ ബാൻ ചെയ്യണം. അവിടെ ഓറഞ്ച് കൊടിയും ഓം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ ചെയ്തു പാർലമെൻറ്റിൽ. ഇതൊക്കെ ലോകം കാണുകയാണ്. എന്നിട്ടാണ് കുത്തിരുന്നിട്ട് പറയണേ തീവ്രവാദത്തിന് ഞങ്ങൾ സപ്പോർട്ട് നിൽക്കില്ലായിരുന്നു. പക്ക തീവ്രവാദികളെ, സ്വന്തം ജനങ്ങളെ തീവ്രവാദം ചെയ്ത് നശിപ്പിക്കണ ഈ നാണം കെട്ട തെണ്ടികൾ, മനുഷ്യദ്രോഹികൾ, ഹിന്ദുത്വവാദികൾ. അതിൻ്റെ അർത്ഥമാണല്ലോ ദേശത്തിൻ്റെ പിതാവിനെ, മഹാത്മാഗാന്ധിനെ കൊന്നവനെ വലിയ ആളാക്കിയിട്ട് ഗുജറാത്തിൽ അവൻ്റെ പേരിൽ അമ്പലം കെട്ടിയില്ലേ, ഗാന്ധിനെ ദേശദ്രോഹിക്ക് മാറ്റിയില്ല. അപ്പോൾ അതിന്ന് മനസ്സിലായിക്കൂടെ? ഇവർ ഇല്ലാത്ത ചരിത്രമൊക്കെ കൊണ്ടുവരില്ല. ഇപ്പോൾ എന്താ കൊണ്ടുവരുന്ന സരസ്വതി നാഗരികം, സരസ്വതി നദി നാഗരികം, അങ്ങനെ ഒരു നദിയില്ല നാഗരികം. അതേപോലെ എന്താണ് മഹാഭാരത കാല ചരിത്രം,
മഹാഭാരത കാലത്തെ ചരിത്രം, ഏത് മഹാഭാരത കാലം, എപ്പോഴാണ് ഈ മഹാഭാരതം ഉണ്ടായത്? അതൊന്നും ഉണ്ടാക്കുകയാണ്, സൃഷ്ടിച്ച കൊണ്ടുവരികയാണ്. അതൊരു കൽപ്പന സൃഷ്ടിയാണ്, കഥ സൃഷ്ടി എന്നല്ല. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് കുട്ടികളുടെ ലെസണിലടക്കം പാഠത്തിലടക്കം പഠിപ്പിക്കുന്ന പക്ക ഹിന്ദുത്വ തീവ്രവാദികൾ, ഫാസിസ്റ്റുകളാണ് ഇവർ. ഇവരും ഹമാസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഹമാസിന് ഒറ്റ ചിന്തയുള്ള ഇസ്രയേലിനെ കൊല്ലണം, ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും. എന്ന പോലെ RSSനും VHPക്ക് ഒറ്റ ചിന്തയുള്ളൂ, ബ്രാഹ്മണന്മാർ ഇവിടെ ജീവിക്കണം, ബ്രാഹ്മണന്മാരുടെ അണ്ടറിൽ വേണം ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഇവിടുത്തെ ദളിതുകളും ഹരിജനങ്ങളൊക്കെ. ഒരു വ്യത്യാസവും ഇല്ല. ഇവർ നാടിൻ്റെ ഉള്ളിലത്തെ തീവ്രവാദം, അവർ നാടിൻ്റെ പുറത്ത് നടന്നിട്ട് തീവ്രവാദം, രണ്ടും തീവ്രവാദം തന്നെ. ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. തന്നെ ലോകഗുരു ഇപ്പോൾ കുരുയായി. ഇതുണ്ടായത് ചൈനയിൽ മുഖം കഴുകിയിട്ട് പോന്നു. കഴുകി ഇവർ പറഞ്ഞ് ആരും അക്സെപ്റ്റ് ചെയ്തില്ല. ട്രംപ് പോയി പണിയാക്കാൻ പറഞ്ഞു. ഇതന്നെ ഉണ്ടായ കാര്യങ്ങൾ. ഇതൊക്കെയാണ് പ്രിയ സ്നേഹിതരെ, ഇത് മുഖ്യമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യങ്ങൾ. യുദ്ധത്തിൽ ഇസ്രയേലിന് കേട് പറ്റി, പക്ഷേ ഈ മറുനാടൻ പറഞ്ഞ പോലെ കേടൊന്നും ഇസ്രയേലിന് പറ്റിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ കുറേ എലിവാണ ഉടനെ പോലെ അങ്ങോട്ട് വിട്ടു, പരാന്നു. അത് അവിടെ ഇവിടെയൊക്കെ പിന്നെ ചിലതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീഴും, ചിലവരുടെ മേത്ത് വീഴും, ആൾ ചാവും, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇസ്രയേൽ ഛേദം പറ്റിയില്ല എന്നൊന്നുമില്ല. അതിപ്പോൾ ഒരു യുദ്ധമാകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് അടി കിട്ടുമല്ലോ. പക്ഷെ അവിടെ നടന്നത് എന്താ? 39 ജനറൽമാരാണ് പോയിരിക്കണേ, ഈ ലോകത്ത് പോയിരിക്കണേ. 45ഓളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളാണ് പോയിരിക്കണേ. ഏതാണ്ട് 1000 ചില്ലറ പൊതുജനങ്ങളാണ് ചത്തിരിക്കണേ. പിന്നെ നാശനഷ്ടങ്ങൾ വേറെ 6-7 ഇൻ്റർനാഷണൽ എയർപോർട്ടും, പിന്നെ ഇവരുടെ ഓയിൽ ഈ എണ്ണപ്പാടങ്ങളും റിഫൈനറീസും എല്ലാം പോയി നശിച്ചു. ഇപ്പോൾ കുത്തുപാളെടുക്കുകയാണ്. ഇനി ഇങ്ങനെയാണെങ്കിൽ അവിടെ സിവിൽ വാർ ഉണ്ടാവും. ഈ ഒരു തക്കത്തിൽ ഒരു പക്ഷേ അവിടുന്ന് പോയ ഷാ എന്ന് പറഞ്ഞ രാജാവിൻ്റെ മോൻ ഉണ്ട്. പുള്ളി ചിലപ്പോൾ വന്നിട്ട് ഭരണം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. അങ്ങോട്ടുള്ള ഈ ഭരണം മാറാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. ഇതേപോലെ ഇന്ത്യയുടെയും ഈ ഭരണം മാറ്റണം. ഈ ഹിന്ദുത്വ ഭരണം മാറിയാൽ ഇവിടെയും ഈ കള്ളത്തരത്തിൽ പറഞ്ഞ ഈ ഡെമോക്രസി, ഈ ജനാധിപത്യം ഇവിടെ ഇല്ല. പേരിന് പോലും ഇല്ല. ആ രീതിക്കുള്ള ഇവിടെ അവർക്ക് എന്തും ചെയ്യാം. BJPക്കാർക്ക്, ഹിന്ദുത്വവാദികൾക്ക് എന്തും ചെയ്യാം. അവരുടെ മുകളിൽ കേസൊന്നുമില്ല. ഇനി BJPക്ക് ചേർന്നാലോ ഏത് കള്ളത്തരും സ്നാനം എടുത്ത് വെളുപ്പിക്കും, അവർക്ക് ശുദ്ധന്മാരായിട്ട് മാറും. ഇതിനൊരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് താഴെ ഇറക്കിയേ പറ്റൂ. ഇവരേനെ RSSനൊന്നും അടുപ്പിക്കരുത്, ബാൻ ചെയ്യണം, തടുക്കണം. മതി നിങ്ങൾ ഈ നാടിനെ സേവിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെന്നൊക്കെ നിർത്തി ഓടിപ്പിക്കണം. എങ്കിലും നാടിന് നേട്ടം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പറഞ്ഞ് തീർക്കുകയാണ് പ്രിയ സ്നേഹിതന്മാരെ, ഇതെല്ലാം അവസാന കാലഘട്ടങ്ങളിൽ നടക്കും. നമ്മൾ ചോര ചൂടായിട്ട് പലതും പറയുന്നല്ലാണ്ട് ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായം, ലൂക്കിൻ്റെ 21, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കാര്യം പിടികിട്ടും. കാര്യം ആ രീതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യയും ഈ ഇറാനും വീണ്ടും ഒക്കും. 3 ലോകമായുധം വരും. അപ്പോൾ ഇസ്രയേലോട് തോൽവി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് യേശു ക്രിസ്തു പ്രത്യക്ഷാൽ ഭൂമിയിൽ വരുന്നത്. അതിന് മുമ്പ് ഈ ക്രിസ്ത്യാനികൾ, കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ നിന്നും അകറ്റപ്പെടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അകറ്റപ്പെടുന്ന പറഞ്ഞാൽ മരിച്ചു പോകുന്നതിലർത്ഥം രൂപാന്തരം സംഭവിക്കും. അവർ ഭൂമിയിലുള്ളപ്പോൾ തന്നെ ഇല്ലാണ്ടാവും. റാപ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയണത്. ഉൾപ്രാണം എന്ന് മലയാളത്തിൽ പറയും. തമിഴിൽ എടുത്തുകൊള്ളപ്പെടുതൽ എന്ന് പറയും. അതാണ് സംഭവിക്കാൻ പോണത്. ആ കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊറ്റ വഴിയുള്ളൂ. അതിൽ നമ്മൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ, മുന്നേ വരുന്ന കോപത്തിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു രക്ഷകനായി അംഗീകരിച്ച് സ്നാനമെടുത്ത് ഒരു വിശ്വാസ ജീവിതം ജീവിച്ചാൽ രക്ഷപ്പെടാം. വേറെ വഴിയൊന്നുമില്ല. ഈ മുസ്ലിമിൻ്റെ വഴിയോ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ വഴിയോ ഇതൊക്കെ ഈ രണ്ട് ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഈ സെക്സും കാമക്രീഡത്തിലും ഇടന്ന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന മതങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും രക്ഷയില്ല. രക്ഷയ്ക്ക് ഒറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു. ചിന്തിക്ക്, പ്രവർത്തിപ്പിൻ. കർത്താവ് നിങ്ങളെല്ലാവരും ആശ്രദിക്കുമാറാകട്ടെ. വീണ്ടും ഇനിയൊരു വീഡിയോയോട് കൂടി ഞാൻ വരാം.